എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി, നിന്റെ മതം, നിന്റെ ദൈവം, നിന്റെ വിശ്വാസം ശരിയല്ല, നീ വധിക്കപ്പെടേണ്ടവനാണ് അല്ലെങ്കിൽ നീ ഇല്ലാതാകേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ 100 വർഷം മുമ്പ് കടന്നു കാണുവാൻ, അതുകൊണ്ട് ഋഷി എന്ന് പറഞ്ഞാൽ ഋഷണം ചെയ്യുന്നവനെന്നാണ്, കടന്നു കാണുന്നവനെന്നാണ് ആ വാക്കിന് ഒരു അർത്ഥം. അതുകൊണ്ട് ദീർഘദർശനം ചെയ്ത ഗുരു 100 വർഷം മുമ്പ് സർവമത സമ്മേളനത്തിന്റെ സാങ്കത്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. അന്ന് അവിടെ എഴുതി വെച്ചതാണ്, നമ്മൾ ഈ പ്രവേശന കവാടത്തിൽ ആ റോഡ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത്, വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ഇവിടെയുള്ള പലരും ആലുവ അദ്വൈതാശ്രമത്തിൽ എല്ലാ വർഷവും നടക്കുന്ന സർവമത സമ്മേളനത്തിന്റെ ആ കവാടത്തിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഈ സർവമത സമ്മേളനം അന്ന് ഗുരു വിളിച്ചു ചേർത്തത്? തൊട്ടടുത്ത് കിടക്കുന്ന നമുക്ക് ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വീക്ഷണത്തിൽ ഹൈന്ദവരായ അല്ലെങ്കിൽ സനാതന ധർമ്മ വിശ്വാസികളായിട്ടുള്ളവർക്ക് ഒരു സർവമത സമ്മേളനത്തിലൂടെ മറ്റ് മതങ്ങളെ പ്രത്യേകമായിട്ട് ആദരിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഒരു സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ് എല്ലാ മതങ്ങളെയും ആദരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ മറ്റ് മതചിഹ്നങ്ങളൊക്കെ വെക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കുറവുകളോ ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. കുറെ നാളെ മുമ്പ് വരെ ഗുരു മന്ദിര പ്രതിഷ്ഠകളൊക്കെ നടത്തുമ്പോൾ അവിടെ മറ്റ് മത ചിഹ്നങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു സമ്പ്രദായവും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് മറ്റ് മതങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഒരു ആദരവ് അത്തരത്തിലാകണമെന്നില്ലെങ്കിലും അത് നമ്മൾ ചെയ്യും. അപ്പോ പിന്നെന്തിനാണ് ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്? ഇവിടെ പ്രിയപ്പെട്ട മുസ്തഫ മൗലവിയും അച്ഛനുമൊക്കെ, മുസ്തഫ മൗലവി അത് കുറെ നാളുകളായി ഒരു മത സംഘർഷങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഖുർആനെ അതിന്റെ ശരിയായ ഒരു വിവർത്തനം, അകംപൊരുൾ എന്ന് പറയുന്ന ഒരു വിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ സ്വസമുദായത്തിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്തുകൊണ്ട് നമ്മൾ മറ്റ് മതങ്ങളെ ആദരിക്കണമെന്ന് ഗുരു 100 വർഷം മുമ്പ് പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാ മതങ്ങളുടെ പ്രാർത്ഥനകൾ ചൊല്ലുക അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഒരു കർഷക സമരം നടത്തിയില്ല എന്നേ ഉള്ളു, അല്ലെങ്കിൽ കൊടി പിടിച്ച് ജാഥ നടത്തിയില്ല എന്നേ ഉള്ളു ഗുരു ഒരു സാമൂഹ്യ നവോത്ഥാന നായകനാണെന്ന പമ്പര മണ്ടത്തരം പണ്ട് മുതലേ പറഞ്ഞു വെച്ച് രചിച്ച സാഹിത്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിടുമ്പോൾ പെട്ടെന്ന് വിൻഡോയിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ മതിൽ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്ന ഗുരുദേവ സൂക്തങ്ങളോ വായിച്ചതിന്റെ പേരിൽ ചരിത്ര രചന നടത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരുടെ വിവരക്കേടുകളാണ്. ഗുരു ഒരു നവോത്ഥാന നായകനാണ് അല്ലെങ്കിൽ ഗുരു ഒരു സാമൂഹിക സാമുദായിക പരിഷ്കർത്താവാണ് എന്നുള്ള വിലയിരുത്തൽ. അതിനപ്പുറത്ത് ഗുരുവിന്റെ ഏറ്റവും വിശിഷ്ടമായ ആത്മോപദേശ ശതകം മുതലായ കൃതികളെ നമ്മളാരും തന്നെ ആഴത്തിൽ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത. പക്ഷെ അത് പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ ഈ സ്വച്ഛമായ ജീവിതത്തിന്, മനുഷ്യ സമൂഹത്തിന് ഇവിടെ ജീവിക്കേണ്ടതുണ്ട്, വളരെ ശാന്തമായി സ്വച്ഛമായി ജീവിക്കേണ്ടത്, സമാധാനപരമായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയോ ജനിച്ചു, നമ്മൾ ഹിന്ദുവായി അല്ലെങ്കിൽ മുസ്ലിമായി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ പാഴ്സിയായി ബുദ്ധനായി ജൈന മതത്തില്, ഇങ്ങനെ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മളെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത്, ഒരു ഹിന്ദു കുടുംബമാണെങ്കിൽ ഹിന്ദുവായിട്ട് വളർത്തും, അല്ലെങ്കിൽ എങ്ങനെയോ ഏത് ഫാമിലിയിലാണോ ഏത് കുടുംബത്തിലാണോ ഏത് സമുദായത്തിലാണോ ഏത് മതത്തിലാണോ അവരാൽ ട്രെയിൻ ചെയ്യപ്പെടുകയും അവരാൽ
പരുവപ്പെടുത്തുകയും അങ്ങനെ നമ്മൾ ഒരു ജാതിക്കകത്തോ മതത്തിനകത്തോ നമ്മൾ പെട്ടുപോകുന്നു. അങ്ങനെ വരുമ്പോഴും യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്. ഒന്ന് ഭൗതിക വിദ്യാഭ്യാസം, രണ്ട് അധ്യാത്മ വിദ്യാഭ്യാസം. ഈ അധ്യാത്മ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തിയെ സമുദായത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരികയും മനുഷ്യനാക്കി സമഗ്രമായി ഒരു സമഗ്ര സത്തയായി എല്ലാവരും തന്റെ ആത്മസഹോദരരാണെന്ന് കാണുവാനുള്ള ഒരു അകക്കണ്ണ് തുറപ്പിക്കുന്ന അധ്യാത്മ വിദ്യയിലേക്ക് മിഴി തുറക്കണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള എല്ലാ സത്യദർശികളും ഇവിടെ പറഞ്ഞത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന്. അതിന്റെ ചുരുക്കത്തിൽ ഗുരു പറയുകയുണ്ടായി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആലുവ ദ്വൈതാശ്രമത്തിൽ വെച്ച് CV കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണ മധ്യത്തിലാണ് ഗുരു അത് പറയുന്നത്. ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടാൽ തിരിച്ചറിയാം. കഷ്ടം, ഇത് ഗുരു ഉപയോഗിക്കുന്ന വാക്കാണ്, കഷ്ടം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഗുരു പറയുകയാണ്. നമ്മളൊക്കെ തന്നെ ഹിന്ദു മതവിശ്വാസികളാണ്. ഒരുപക്ഷെ ഹിന്ദുമതം എന്ന് പറയുന്നത് വർഗീയമാണ് എന്നുള്ള ഒരു വലിയ ദാരിദ്ര്യമാണെന്ന് പഠിപ്പിച്ചത് കൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ മതവർഗീയവാദി ആയി പോകുമെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു കുഴപ്പമല്ല. സനാതന ധർമ്മം എന്ന് പറഞ്ഞാലും അത്രയുള്ള കുഴപ്പമൊന്നുമല്ല. അതിനെപ്പറ്റി പഠിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ CV കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത്, എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കലാണല്ലോ. നന്നാവുക എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യമെങ്കിൽ മതം ഏതുമായിക്കൊള്ളട്ടെ, മനുഷ്യൻ നന്നായാൽ പോരെ. ഇതിന്റെ ഒരു സമഗ്ര രൂപം എന്നുള്ള നിലയിലാണ് ഗുരു മനുഷ്യനാകുക എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയായി ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്, ഞാനൊരു നല്ല മുഹമ്മദീയനാണ്, അല്ലെങ്കിൽ ഞാനൊരു നല്ല ഹിന്ദുവാണ് എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ ഒരു വലിയ സിനിമ നടനും ഇപ്പൊ MP-യുമായിട്ടുള്ള ഒരാൾ ഒരിക്കൽ പറയുകയുണ്ടായി, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന്. പത്രത്തിലെ അതിന്റെ ഒരു പ്രസ്താവന ഞാനും വായിക്കുകയുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതൊക്കെ ശരിയായ ഒരു നിരീക്ഷണ പഠനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നല്ലൊരു മനുഷ്യനായി എനിക്ക് ജീവിക്കാൻ കഴിയണം, ഒരു മനുഷ്യനായി എനിക്ക് ജനിക്കാൻ കഴിയണമെന്നാണ് ശരിയായ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു മതങ്ങളിൽ നിന്ന് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക, മനുഷ്യന്റെ കുറവ് ഇന്ന് ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. മതം തീവ്രവാദമായി മാറുകയും ആ തീവ്രവാദം തന്റെ വിശ്വാസത്തിൽ എതിരായിട്ടുള്ളവനെന്ന് തോന്നുന്നവനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യണമെന്നുള്ളതിലേക്ക് വന്നിരിക്കുകയാണ്. സത്യത്തില് ദൈവം പ്രശ്നക്കാരായി മാറിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് മതമെന്നും എന്താണ് ദൈവമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദു മതം പറയുന്നത് എല്ലാ മതങ്ങളും ഒന്നാണ് എന്നാണ് ഹിന്ദു മതത്തിന്റെ അവകാശവാദം. കാരണം ഹിന്ദു മതം പറയുന്നത് എല്ലാ മതങ്ങളിലൂടെയും മനുഷ്യൻ എത്തിച്ചേരുന്നത് പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറുനദികൾ സമുദ്രത്തിൽ വന്ന് ചേരുന്നത് പോലെ പല വഴികളിലൂടെ. ശിവം മഹിമ്ന സ്തോത്രം എന്ന് പറയുന്ന ഒരു സ്തോത്രത്തിൽ അതിനെപ്പറ്റി വിശദമായ പ്രതിപാദ്യമുണ്ട്. അങ്ങനെ പല വഴികളിലൂടെ ഒഴുകി സമുദ്രത്തിൽ ഒന്നായി ചേരുന്നത് പോലെ പല മതവിശ്വാസങ്ങളിലൂടെ മനുഷ്യൻ തേടി എത്തുന്നത് ഏകമായ ആത്മസത്തയിലാണ് എന്ന് പറയുക. ദൈവം പ്രശ്നക്കാരായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് മതം അത് മതമായി പോരുത്, അത് ഭ്രാന്തായി പോകരുത് എന്ന് പറയും. ഗുരു പറയും മതമല്ല മതമാകരുത് എന്ന് പറയുന്നുണ്ട് ഗുരു പ്രത്യേകമായിട്ട്. അതുപോലെ തന്നെ ഗുരു പറയുകയാണ്, മനുഷ്യാണാം മഹിതാം തത്വദർശന, തത്വദർശികളുടെ അഭിപ്രായമാണ് മതം എന്ന് പറയുന്നു. സത്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം. ഇതൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ ഈ 100 വർഷം ആകുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ മതവിശ്വാസികളും ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നുള്ള ആ സന്ദേശത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ സർവമത സമ്മേളനത്തിന്റെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ളവരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഈ മതസമന്വയ ദർശനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്രമേ മതകലഹങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വച്ഛമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ.